സാമ്പത്തിക രംഗത്തും കടബാധ്യതകളായിട്ടും വിചാരിക്കാത്ത സൂക്കേടുകളും ആശുപത്രി ചികിത്സകളും അതിനേക്കാളേറെ കുടുംബത്തിലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക ജീവിതത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് സമാധാനമില്ലാത്ത സമയത്തും ഒരു വിശ്വാസിക്കുള്ള വലിയൊരു ആശ്വാസമാണ്, ആയുധമാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം റബ്ബിന്റെ മുൻപിൽ തുറന്നു പറയുകയും ആ റബ്ബെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എന്റെ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും എന്റെ റബ്ബിലാണ് എന്റെ കാവൽ, ആ മനസ്സോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ആശ്വാസം നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ലാ യുറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നിശ്ചയിച്ച ഒരു തീരുമാനം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എടുത്ത ഒരു തീരുമാനം റബ്ബ് മാറ്റണമെങ്കിൽ ഇല്ല ദുആ, പ്രാർത്ഥന കൊണ്ടല്ലാതെ പടച്ച റബ്ബ് ഒരാളുടെയും തീരുമാനം മാറ്റുകയില്ല. നാളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാനുള്ളതും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏത് റബ്ബ് തിരുത്തണമോ, റബ്ബ് നമ്മളെ തൊട്ട് അകറ്റണമോ ഇല്ല ദുആ, ഹൃദയം തുറന്ന പ്രാർത്ഥന കൊണ്ടല്ലാതെ അള്ളാഹു അത് മാറ്റിത്തരികയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആ കാര്യം ഓർമ്മപ്പെടുത്തി, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്തെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെയും ഓർക്കുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന മിമ്പറിൽ വെച്ച് നൂറുകണക്കിന് സ്വഹാബത്തിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുന്നിൽ പ്രാർത്ഥനയുടെ മഹത്വത്തിന്റെ ഒരു ചരിത്രം ബോധ്യപ്പെടുത്തി കൊടുത്തു. 3 വിശ്വാസികൾ ഒരു യാത്ര ആരംഭിക്കുകയും രാത്രി അവരൊരു പാറക്ക് താഴെയെത്തി ആ പാറക്ക് മുകളിലേക്ക് കയറി പാറക്കുള്ളിൽ ഒരു ഗുഹയിൽ അവരാ രാത്രി താമസിക്കാനും തീരുമാനിച്ചു. ആ രാത്രിയുള്ള ശക്തമായ പ്രകമ്പനത്താൽ ഒരു പാറക്കല്ല് ഇളകി വരികയും അവർ താമസിക്കുന്ന ഗുഹയുടെ മുൻഭാഗം ആ പാറക്കല്ലുകൊണ്ട് അടക്കപ്പെടുകയും ചെയ്തു. എങ്ങനെ രക്ഷപ്പെടുമെന്ന പ്രയാസത്തിൽ ജീവിക്കുന്ന ആ കൂട്ടർ 3 പേരും 3 ആളും കൂടി ഒരു തീരുമാനമെടുത്തു, നമ്മെ സഹായിക്കാൻ റബ്ബല്ലാതെ മറ്റാരുമില്ലത്, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അതിലൊന്നാമത്തെ വ്യക്തി പറഞ്ഞു, റബ്ബേ, വൃദ്ധരായ മാതാപിതാക്കൾ എന്റെ വീട്ടിലുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ 2 പേരും എന്നെ കാത്തിരുന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെയാണ് അവർ മയങ്ങുന്നത് എന്ന് കേട്ടപ്പോ അവരെ ഉറക്കിൽ നിന്നും വിളിച്ചെഴുന്നേൽക്കാൻ മടി തോന്നിയ ഞാൻ ഭക്ഷണവുമായി അവർ ഉണരുന്നത് വരെ കാത്തിരുന്നു. ഉണർന്നതിന് ശേഷം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. റബ്ബേ, ഈ ഒരു അമല് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് നിന്റെ പ്രീതി മാത്രമാണ് നാഥ, അതുകൊണ്ട് ഈ കുടുങ്ങിക്കിടക്കുന്ന പ്രയാസത്തിൽ നിന്നും നീ ഞങ്ങളെ സഹായിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ പറയുന്നു, പാറ അല്പം മാറി, പക്ഷേ ഒരാൾക്ക് പുറത്തേക്ക് എത്താനുള്ള സാഹചര്യമില്ല. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, റബ്ബേ, എന്റെ അയൽപക്കത്തൊരു പെണ്ണുണ്ടായിരുന്നു, സുന്ദരി, പലപ്പോഴും ഞാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ഒരു പരീക്ഷണം വന്ന് സാമ്പത്തികമായി ആ പെണ്ണ് ബുദ്ധിമുട്ടിയപ്പോ എന്നോട് പണം ചോദിച്ചവൾ എന്റെ വീട്ടിൽ വന്നു. പണം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പണം തരാം, പക്ഷെ നിന്നെ എനിക്ക് ഉപയോഗിക്കണം. വീട്ടിലെത്തിയ പണം കൊടുത്ത് തിരിച്ചു വരാമെന്ന് ആ പെണ്ണ് പറയുകയും പിന്നീട് ആ പെണ്ണ് തിരിച്ചു വരികയും ഞാൻ അവളിലേക്ക് പ്രാപിക്കാൻ വേണ്ടി, അവളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തപ്പോ എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. ഞാൻ ആ സമയത്ത് ആ പെൺകുട്ടിയെ സുരക്ഷിതയാക്കുകയും ഞാൻ കൊടുത്ത ധനം അവൾക്കൊരു സ്വതക്കയായി കൊടുക്കുകയും
പിന്നീട് ഒരിക്കൽ പോലും ആ പെണ്ണിനോടെന്നല്ല ഒരു പെണ്ണിനോടും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല റബ്ബേ, ഞാനത് ആഗ്രഹിച്ചത് നിന്റെ കൂലിയാണ് നാഥ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും പാറ അല്പം കൂടി മാറി നിന്നു. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, നാഥ ഞാൻ ഒരിക്കൽ ഒരു തൊഴിലാളിയെ വിളിച്ചു. അവനെല്ലാ പണിയും എടുപ്പിച്ചതിന് ശേഷം എന്നോട് പണം വാങ്ങാതെ ആ തൊഴിലാളി പോയി. പക്ഷെ അവന്റെ കൂലി ഞാൻ മാറ്റിവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൻ വരാതായപ്പോൾ ആ പണം കൊണ്ട് ഞാൻ ഒട്ടകത്തെയും ആടുകളെയും വാങ്ങി. ആടുകളും ഒട്ടകങ്ങളും പ്രസവിച്ച് വലുതായി. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ അവന്റെ കൂലി കൊണ്ടുണ്ടായ മുഴുവൻ സമ്പത്തുകളും ഞാൻ അവന് കൊടുത്തു. ഞാനിത് ആഗ്രഹിച്ചത് നിന്റെ പ്രീതി മാത്രമാണ് റബ്ബേ എന്നാ മനുഷ്യൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഗുഹാമുഖത്ത് നിന്ന് ആ പാറ താനെ മാറി നിന്നു. ഈ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ റസൂലും ഓർമ്മപ്പെടുത്തി, ലാ യുറുദ്ദുൽ ഖലാ, നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളാവട്ടെ, കടബാധ്യത, ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനങ്ങൾ, വീടില്ലായ്മ, മക്കൾക്കുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ അസുഖങ്ങൾ, ഏത് പ്രയാസങ്ങൾക്ക് മുൻപിലും ഹൃദയം തുറന്ന് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ സൃഷ്ടാവ് സ്വീകരിക്കും. പക്ഷേ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണമെങ്കിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് ചില യോഗ്യതകൾ വേണം. ഏത് കള്ളുകുടിയനും പെണ്ണുകുടിയനും പടച്ചോന്റെ നേരെ കൈനീട്ടിയാൽ അത് റബ്ബ് വേഗം കൊടുക്കും എന്ന് ഹദീസുകളിലില്ല. മറിച്ച് അല്ലാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. അതിൽ ഒന്ന്, ആ പ്രാർത്ഥിക്കുന്നവന്റെ സമ്പാദ്യം ഹലാലാവണം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടോ ഹക്കല്ലാത്ത നിലക്കോ ഒരു രൂപ കയ്യിലുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അവന്റെ തലവിട്ട് കടക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, ശുദ്ധമല്ലാത്തതൊന്നും റബ്ബ് സ്വീകരിക്കുകയും ചെയ്യുകയില്ല. ഈ ഹദീസിന്റെ നിർവചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുത്തു, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയും വെള്ളം കിട്ടാതെ ആശങ്കപ്പെടുകയും അവന്റെ കുടികളെല്ലാം പാറിപ്പറന്ന് ക്ഷീണത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അവൻ എത്തിയിട്ടുണ്ട്. രണ്ട് കൈകളും അവൻ റബ്ബിന്റെ നേരെ നീട്ടി ചോദിക്കുന്നു, യാ റബ്ബി യാ റബ്ബ്, എന്റെ റബ്ബേ എന്റെ പ്രാർത്ഥന, എന്റെ റബ്ബേ എന്റെ പ്രാർത്ഥന എന്നവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മഅ്കുലുഹു ഹറാം, അവൻ തിന്നത് ഹറാമായിരുന്നു. വമൻസിലുഹു ഹറാം, അവൻ താമസിക്കാൻ കെട്ടിപ്പടുത്തിയത് ഹറാമിലായിരുന്നു. വമശ്റബഹു ഹറാം, അവൻ കുടിച്ചതും ഹറാമായിരുന്നു. ഫഅന്ന യുസ്തജാബ ലഹു, രണ്ട് കൈകളും അലർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഫഅന്ന, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുക? സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ ഇന്ന് ആരും ഹക്കും ബാത്തിലും നോക്കുന്നില്ല. ആളെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം, ആളുകൾ വഞ്ചിച്ചിട്ടാണെങ്കിലും മുതലുണ്ടാക്കണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ തുടങ്ങി കൂട്ടുകട്ടിയായി ബിസിനസ്സിന് ആളെ കൂട്ടി അവരെ പറ്റിച്ച് അവനവന്റെ കുടുംബം നോക്കുന്നവർ മുതൽ ആളോട് കടം വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാതെ കള്ളത്തരങ്ങളും കള്ളപ്രമാണങ്ങളും ചമച്ചുണ്ടാക്കുന്നത് ഒരു സെന്റായാലും ഒരു രൂപയായാലും നാളെ പടച്ച റബ്ബിന്റെ മണ്ണിന്റെ അടിയിൽ കടക്കുമ്പോൾ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അത്തരക്കാരുടെ പ്രാർത്ഥന റബ്ബിന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പട്ടിണിയും പരിവട്ടവുമായി മദീന പള്ളിയിലിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം തളർന്നു വീണു. നമസ്കരിക്കണമെങ്കിൽ ആരോഗ്യം അല്പമെങ്കിലും വേണം ഇന്ന് ബോധ്യപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പുറത്തേക്കിറങ്ങി പലരുടെയും കയ്യിൽ നേരെ നീട്ടി, ആരും ഒന്നും കൊടുക്കുന്നില്ല. ആ സന്ദർഭത്തിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു പണമുണ്ടായ കാലത്ത് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പണി ചെയ്തിരുന്ന ഒരു ജൂതൻ അല്പം പാലുമായി പോകുന്നത് കണ്ടു. ആ പാലിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്കല്പം പാല് തരണം. ആ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ആ പാലൊഴിച്ചു കൊടുത്തു. പാല് കുടിച്ച് സമാധാനിച്ചിരിക്കുന്ന സിദ്ദീഖ് അക്ബറിനോട് മദീന പള്ളിയിൽ പട്ടിണി കിടക്കുന്ന ബാക്കി സഹാബത്ത് ചോദിച്ചു, അബൂബക്കറെ, ആ പാല് ഹറാമാണോ ഹലാലാണോ എന്ന് നീ ചോദിച്ചിരുന്നു? ചോദിക്കാൻ വിട്ടുപോയ തെറ്റിദ്ധാരണയിൽ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, സഹോദര, ഈ പാൽ ആരുടേതാ, എവിടുന്ന് കിട്ടിയതാ? ആ മനുഷ്യൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, അബൂബക്കർ,
എനിക്ക് ചില മഷിമോട്ട സ്വഭാവമുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയും. ഒരു ജ്യോത്സ്യപ്പണി, ആ ജ്യോത്സ്യപ്പണിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് സത്യമായി പുലർന്നു. അത് വിശ്വസിച്ചൊരു മനുഷ്യൻ എനിക്കൊരാടിനെ പാരിതോഷികം തന്നു. ആ പാരിതോഷികം തന്ന ആടിന്റെ പാലാണ് അബൂബക്കറെ താങ്കൾക്ക് ഞാൻ കുടിക്കാൻ തന്നത് എന്ന മനുഷ്യൻ പറഞ്ഞത് കേട്ട സെക്കൻഡിൽ 2 വിരലുകൾ തൊണ്ടയിലേക്ക് തിരികെ ഛർദിക്കാൻ വേണ്ടി ഓർക്കാനിച്ച് സിദ്ദീഖുൽ അക്ബർ അവിടെ കിടന്നു. ഛർദിച്ച് അദ്ദേഹത്തിന്റെ വായിലൂടെ അവസാനം ബ്ലഡ് വരുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ഓടി റസൂലുള്ളാഹിയോട് വിവരം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് ഓടി വന്ന് അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ എന്തു പറ്റിയതാ? അബൂബക്കർ റളിയല്ലാഹു കണ്ണീരോടെ പറഞ്ഞു, നബിയെ, അബദ്ധം കൊണ്ട് പാല് കുടിച്ചു പോയി നബിയെ, ഹറാമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല നബിയെ. അതുകൊണ്ട് പ്രവാചകരെ, ഈ അബൂബക്കറിന്റെ വായിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്തത്തിലൂടെയോ ആ ബ്ലഡ് എന്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ താങ്കൾ ഒന്ന് റബ്ബിനോട് പറഞ്ഞില്ലേ. എന്റെ ശരീരത്തിൽ ആ ഹറാമായ പാലുണ്ടാകരുത്, പാലുകൊണ്ടുണ്ടായ രക്തവും ഉണ്ടാകരുത്. കാരണം റസൂലേ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടൊരാളുടെ ശരീരത്തിൽ 1 ഇഞ്ച് വളർച്ചയോ 1 തുള്ളി രക്തമോ അവന്റെ ഞരമ്പുകളിലൂടെ ഓടുന്നുണ്ടെങ്കിൽ ആ ശരീരം ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം പ്രവേശിക്കുകയില്ല എന്നും പഠിപ്പിച്ചിട്ടില്ലേ നബിയെ? ഒന്ന് അള്ളാഹുവിനോടും പറയണേ പ്രവാചകരെ. അത്രക്ക് സൂക്ഷ്മത അവർ കാണിച്ചിരുന്നു. മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ പട്ടിണിയായപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു മുട്ടിലഴിഞ്ഞു വന്ന് ബൈത്തുൽ മാലിൽ പ്രവാചകന്റെ വീടിനോട് ചേർന്ന് കൂട്ടിയിട്ടിരുന്ന ഒരു കാരക്കയെടുത്ത് വായിലിട്ടപ്പോ ഓടിക്കതച്ചു വന്ന് സ്വന്തം ചൂണ്ടുവിരലുകൾ പേരക്കുട്ടിയുടെ വായിലേക്കിട്ട് കസിയാ പുനയ്യ, തുപ്പുമോനെ, നിനക്കത് പാടില്ല എന്ന് അള്ളാന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലും സമ്പത്തിലും ഹറാമുണ്ടോ, മുതലിൽ ഹക്കല്ലാത്തതുണ്ടോ, അതാളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും തരക്കേടില്ലാതെ കുതന്ത്രം കാണിച്ചിട്ടും ഉണ്ടാക്കിയതാണോ? അവന്റെ തലഭാഗം വിട്ട് അവന്റെ പ്രാർത്ഥന കടക്കൂല. ചില ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി, അവര് മരിച്ചാൽ പോലും പിന്നിലുള്ളവരുടെ പ്രാർത്ഥന അവരിലേക്ക് എത്താതിരുന്ന് കളയും. കാരണം അവൻ ചതിച്ചവരും വേദനിപ്പിച്ചവരും ഈ ദുനിയാവിൽ ബാക്കിയായിട്ടുണ്ട് എങ്കിൽ ദുആ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ സമ്പാദ്യം ഹലാലാവണം. രണ്ടാമത്തേത് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. നിങ്ങൾ കാരണം ഒരു മനസ്സെങ്കിലും ഈ മണ്ണിന്റെ മേലെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആരാവട്ടെ, അതിന് മുസ്ലിം അമുസ്ലിം മൃഗം എന്നൊന്നുമില്ല, പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും ജാതിയായാലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും സ്വന്തം കുടുംബക്കാരനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ച ഒരു വ്യക്തി ഈ മണ്ണിന്റെ മേലെയുണ്ടെങ്കിൽ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അരികിലേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല. ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബുൻ. കാരണം അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് വേഗം ഉത്തരം കൊടുക്കൂ. നിങ്ങൾ ചെയ്തതിന്റെ പാതകം ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ. അതുകൊണ്ടായിരുന്നു ഏതൊരു നമസ്കാരത്തിന് ശേഷവും അള്ളാന്റെ ഹബീബ് സഹാബത്തിനെ കാണുമ്പോൾ പൊരുത്തം വാങ്ങും. അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയതോ, നമസ്കാരത്തിന്റെ ഇടയ്ക്ക് പറ്റിപ്പോയതോ, മറ്റൊരുത്തന്റെ മനസ്സിൽ ഒരു അലോഗ്യമായി വളരുന്നുണ്ടെങ്കിൽ ആ അലോഗ്യം പോലും ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നിരന്തരം സഹാബാക്കളോട് പൊരുത്തം വാങ്ങായിരുന്നു. ഇന്ന് ഒരാൾക്ക് പൊരുത്തം വാങ്ങണമെങ്കിൽ ഓം പള്ളിയിൽ 1ാമത്തെ തൊപ്പിൽ മയ്യത്തായിട്ട് ഉണ്ടാക്കണം. അതുവരെ പൊരുത്തം വാങ്ങൂല. ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും തരക്കേടില്ലാത്ത കുടുംബക്കാരോടും ബന്ധുക്കളോടും പിണങ്ങാത്ത കുടുംബക്കാരോടും പൊരുത്തം വാങ്ങാന്നല്ലാതെ പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരോട് പൊരുത്തം വാങ്ങാറില്ല. പിണങ്ങി നിൽക്കുന്ന സാമ്പത്തിക ഇടപാട് നടത്തിയവനോട് പൊരുത്തം വാങ്ങാറില്ല. മനസ്സ് വേദനിപ്പിച്ചിട്ടും കുത്തുവാക്ക് പറഞ്ഞിട്ടും പരദൂഷണം ഉണ്ടാക്കിയിട്ടും പച്ചർച്ചി തിന്നിട്ടും ജീവിച്ചവരാരും ആ പൊരുത്തം വാങ്ങാറില്ല. മറിച്ച് പൊരുത്തം വാങ്ങണമെങ്കിൽ എവിടെ എത്തണം? പള്ളിയിൽ 1ാമത്തെ തൊപ്പിലെത്തണം. മക്കളോ ഉസ്താദിന്റെയോ കയ്യിൽ ഈ മൈക്ക് കിട്ടണം. എന്നിട്ട് കാടടക്കിയിട്ട് ഒരു പൊരുത്തം വാങ്ങണം. ആ പൊരുത്തം വാങ്ങൽ പോലും ഇസ്ലാമിലില്ല. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾ കാരണം നിങ്ങളെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഹക്കല്ലാത്തൊരു വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടായിട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്തു കൊടുക്കാതെ വാശിപ്പുറത്തും ഈഗോ പുറത്തും പകയുടെ പേരിലും ഒരാളെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറുമ്പിനെ കരിച്ചാലാണെങ്കിലും ശരി, ഒരു പക്ഷിയുടെ തള്ളയുടെ ചുവട്ടിൽ നിന്ന് ആ തള്ളപ്പക്കിയുടെ മുട്ടയെടുത്ത് മാറ്റിയാണെങ്കിലും അതിന്റെ കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ മാറ്റുകയാണെങ്കിലും ശരി, ഇത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടോ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളുക.
കാരണം തൗബ ചെയ്യുന്നത് പോലും അള്ളാഹ് സ്വീകരിക്കാത്തൊരു കൂട്ടരെയുള്ളൂ മറ്റൊരുത്തന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ കണ്ണീരണിയിപ്പിച്ചവൻ. നാളെ പടച്ച റബ്ബിന്റെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ പള്ളിക്കാട്ടിലെ കബറിൻ പുറത്തു നിന്ന് 3 പിടി മണ്ണ് വാരിയിട്ട് കുടുംബക്കാർ 15 മിനിറ്റ് കൊണ്ട് കോളിയിറങ്ങി പള്ളിന്റെ മുൻപിൽ വന്ന് അവനാന്റെ തിരക്കിലേക്ക് പോകുന്നതിന്റെ സമയങ്ങൾക്കപ്പുറം ആ മണ്ണിനടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം. അല്ലാതെ നെറ്റിത്തടച്ചെന്ന നിസ്കാരത്തായം കൊണ്ടും ഇസ്ലാഹി പ്രവർത്തനം കൊണ്ടും നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസിൽ പങ്കെടുത്തതുകൊണ്ടും നോമ്പിന്റെ മാസാകുമ്പം സജീവായതുകൊണ്ടും നാടൊട്ടുക്കും ഞാൻ ഭയങ്കര സംഭവ ഇന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തലുമല്ല മണ്ണിന്റെ അടിയിലെ പുണ്യം. ഒരാളുടെ മനസ്സും നമുക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല, അറിഞ്ഞുകൊണ്ടൊരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു മനസ്സും നമ്മൾ മുറിയിപ്പിക്കാനോ കണ്ണ് നിറയിപ്പിക്കാനോ പാടില്ലെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ആരും നിങ്ങൾക്കെതിരെ ഈ ദുനിയാവിൽ മനസ്സ് വേദനിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ദുആകൾക്കും നിങ്ങളെയും പടച്ചോൻ പരിഗണിക്കും, നിങ്ങളെയും റബ്ബ് പരിഗണിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ ഖബറിൽ രക്ഷപ്പെടും, പരലോകത്ത് നിങ്ങൾ രക്ഷപ്പെടും. കാരണം നിങ്ങൾക്കെതിരെ മനസ്സ് വേദനിച്ച ഒരാൾ ആഖിറത്തിലോ ദുനിയാവിലോ നിങ്ങൾക്കെതിരെ വന്നു നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാനുള്ള എല്ലാ സൗകര്യവും അള്ളാഹു ആ മനുഷ്യന് ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദുആ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ മരണത്തിന്റെ മുൻപ് ഒരാളെ മനസ്സിലും നമ്മളൊരു ബേജാറുണ്ടാക്കാൻ പാടില്ല, ഒരാളെ കണ്ണും നിറയിപ്പിക്കാൻ പാടില്ല, ഒരാളെയും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും അവനാന്റെ കുടുംബത്തിലേക്ക് ഒരു മണി വച്ചുകൊണ്ടുപോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവന്റെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കൂ. മൂന്നാമതായി ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയുക. അടിമകളോടാണോ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, എന്നാൽ റബ്ബിനോട് അവർ മരിച്ചു പോയിട്ടുണ്ടോ പടച്ചവനോട് പറഞ്ഞേക്കുക. കാരണം അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ഇന്ന് 100 തവണ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാന്റെ ഹബീബ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങ് മൗസൂമല്ലേ? നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ എനിക്ക് സുരക്ഷിതമായിട്ട് റബ്ബിന്റെ സ്വർഗത്തിൽ കയറാൻ ഒരാളും എനിക്കെതിരെ തിരിയാതിരിക്കാൻ, ഞാൻ പോലും അറിയാതെ എനിക്കെന്റെ പേരിൽ ഒരു അബദ്ധം എന്റെ നേരെ വരാതിരിക്കാൻ ഞാൻ എന്റെ റബ്ബിനോട് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, എണ്ണിയാൽ ഒടുങ്ങാത്ത പാപങ്ങളും കുറ്റങ്ങളും ചെയ്യുന്ന നമ്മൾ 1000 തവണ ഇസ്തിഗ്ഫാർ ചെയ്താലും പരലോകത്തൊരു പക്ഷേ നമുക്കത് ഗുണത്തിനേക്കാൾ നമുക്കത് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ നേരിടുന്ന എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി അള്ളാഹു അവന് തുറന്നു കൊടുക്കും. ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവർക്ക് അവൻ ദുനിയാവിൽ അനുഭവിച്ചാലും ശരി, ആഖിറത്തിൽ അവൻ അനുഭവിക്കാൻ റബ്ബ് വിധിച്ചതാണെങ്കിലും ശരി, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വാതില് അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. നമ്മളെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ ഈ യോഗ്യതകളൊക്കെ ഉണ്ടാവണം. അല്ലാതെ ഏത് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടും എന്ത് വൃത്തികേട് ചെയ്തിട്ടും ആരെ ഹക്കല്ലാത്ത പിടിച്ചു പറിച്ചു തിന്നിട്ടും ആരെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടും പള്ളിയിലൊക്കെ വന്ന് നോമ്പൊക്കെ നോക്കി പടച്ചോനോട് കുറെ ദ്വാരുന്നാ മതി എന്നല്ല അള്ളാഹുവിന്റെ കൽപ്പന. റബ്ബിന്റെ നേരെ കൈനീട്ടുമ്പം മനസ്സുറപ്പിച്ച് റബ്ബിന്റെ നേരെ ദ്വാ ചെയ്യാൻ പറ്റിയ ഇന്ന് നമ്മൾ നേരിടുന്ന ഏത് പ്രയാസങ്ങളും അള്ളാഹു നമ്മൾക്ക് മാറ്റിത്തരും. അത് കുടുംബത്തിലുള്ളതായാലും സമ്പത്തിലുള്ളതായാലും ജീവിതത്തിൽ അനുഭവിക്കുന്നതായാലും റബ്ബിന്റെ നേരെ മനസ്സ് തുറന്നിരിക്കുന്ന പടത്തോനുണ്ട് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ പറ്റൂ നമുക്ക് സമാധാനം തരാൻ. കുടിച്ചോന് അതിന്റെ കെട്ടുവിടുന്നവരെ സമാധാനം ഉണ്ടാകൂ, കളിക്കുന്നവൻ അത് കളിക്കുന്നവരെ ഉണ്ടാകൂ, അല്ലെങ്കിൽ സ്നാവിനടിയിൽ തിരികുന്നവനും മൂക്കത്ത് വലിച്ചേറ്റുന്നവനും ഞരമ്പ് കുത്തിക്കാറ്റുന്നവനും അതിന്റെ കെട്ടുവിടുന്നത് വരെ ഉണ്ടാകൂ. 4 തെറി പറയുന്നവന് അത് പറഞ്ഞ ആവേശം കെട്ടടുന്നത് വരെ ഉണ്ടാകൂ. എഴുതി വിടുന്നവന് ആ എഴുതിട്ട സമയത്തെ ഉണ്ടാകൂ. എന്നും റബ്ബിന്റെ എന്റെ കാവലന്റെ റബ്ബിലുണ്ടെന്ന ആത്മാർത്ഥതയോടെ ആ റബ്ബിന് വേണ്ടി ജീവിക്കുമ്പോ എന്തും പടച്ചോൻ എളുപ്പാക്കി തരും. ആ സുരക്ഷിതത്വമാണ് അള്ളാഹ് വാഗ്ദാനം ചെയ്ത ഇസ്ലാമിന്റെ സുരക്ഷിതത്വം. ആ ഉറപ്പാണ് ഒരു വിശ്വാസിക്ക് പടച്ചോൻ കൊടുക്കുന്ന പ്രാർത്ഥനയുടെ ഉറപ്പ്. അത് നേടാൻ നമ്മൾ പാകപ്പെടുമ്പോഴേ നമ്മളെ പ്രാർത്ഥനയും പടച്ചോൻ എളുപ്പാക്കി തരൂ. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ആരും ഈ ലോകത്ത് ഒരു 100 വർഷത്തിലധികം ജീവിക്കാൻ വന്നവരല്ല. നമ്മളെ ജീവിച്ച കാലം വളരെ ചെറുതാണ്. വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം മാത്രമേ നമ്മൾ ഈ ലോകത്തുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് എളുപ്പത്തിൽ ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഇപ്പൊ ചിന്തിച്ചാൽ മതി. നമ്മളെ ഒരു 2 തലമുറകൾക്ക് മുകളിലേക്ക് ആരെയും നമുക്കറിയില്ല, അവർക്കാർക്കും നമ്മളെ അറിയില്ല. ഉദാഹരണമായിട്ട് എന്റെ വാപ്പ അബ്ദുറഹിമാൻ, വാപ്പയുടെ വാപ്പ പൂക്കുട്ടി സാഹിബ്, പൂക്കുട്ടി സാഹിബിന്റെ മേലേക്ക് എനിക്കറിയൂല. ഇരിക്കുന്ന പലർക്കും സ്വന്തം വെല്ലുപ്പാന്റെ മുകളിലേക്ക് ചോദിച്ച പേര് പോലും അറിയൂല. പ്രാർത്ഥനയിൽ പോലും അങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ടാവൂല. ഉമ്മന്റെ ഉമ്മ പാത്തുമ്മ, അതിന്റെ മേലുള്ള ഉമ്മ നമുക്കറിയൂല. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, വല്യപ്പമാർ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു 2 തലമുറകൾക്ക് താഴേക്ക് പോയാൽ പിന്നെ ഓർമ്മിക്കാൻ വലിയ കഴിവില്ലാത്തവരാണ് ഞാൻ നിങ്ങളൊക്കെ. ആരും ഓർക്കൂല നമ്മളിന്ന്. ജീവിതം ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ ഉറപ്പാണ് മരണം. ഒരു പോരുണ്ടാവുന്ന ഒരു ഉറപ്പില്ല, സൂക്കേടില്ലാണ്ട് ആരോഗ്യം ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല, ഒരു വാഹനം വാങ്ങാൻ പറ്റുന്ന ഉറപ്പില്ല, കച്ചവടം ലാഭാവുന്ന ഉറപ്പില്ല, മോളെ കൈപിടിച്ചു കൊടുക്കാൻ കെട്ടിക്കാൻ സമയം കിട്ടുന്ന ഉറപ്പില്ല, മോനൊരു നിരക്ക് കണ്ടിട്ടോ എന്റെ കല്യാണം കൂടിയിട്ടും ജീവിക്കുന്നൊന്നും ഉറപ്പില്ല. ഒരൊറ്റ ഉറപ്പേ ഉള്ളൂ, മരിക്കും. ജീവിതത്തിന്റെ ഉറപ്പാണ് മരണം. ആ മരണത്തിന് ശേഷം നമ്മളെ ഓർക്കുന്നത് കുറഞ്ഞ കാലം മാത്രം. ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ഈ മനുഷ്യന്മാരെ കണ്ണിലും മനസ്സിലേ ഞാനുങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 2 തലമുറ. എന്റെ മോനിപ്പുണ്ടായി, മോനൊരു മോനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. എത്ര പേര് ഓർത്തിട്ടുണ്ട് ഇന്ന് നേരം കൊടുത്തപ്പോ വലിയപ്പാന്റെ വാപ്പാനെ, വലിയമാറ്റന്മാനെ. ഒരു 150 കൊല്ലത്തിന്റെ അപ്പുറത്തേക്ക് ആരെയും നമുക്ക് ഓർമ്മല്ല, ഓൾക്കാർക്കും നമ്മളെ ഓർമ്മല്ല. ഇനി ഒരു 150 കൊല്ലത്തിന്റെ അപ്പുറം 2150 ആകുമ്പോൾ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത്ര തുച്ഛമായൊരു ലോകത്ത് ജീവിക്കുന്ന നമ്മള്, അത്ര ചെറിയൊരു കാലം ജീവിക്കുന്ന നമ്മള്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലേങ്ങൾ ഉണ്ടാവും. നാളെ ഞാൻ മരിച്ചാൽ ഈ ഇരിക്കുന്ന പലരും മരിക്കുന്നത് വരെ ഒരു മനുഷ്യനെ ഓർക്കും. അത് കഴിഞ്ഞ മക്കളിലേക്കെത്തിയ, മക്കളിലേക്കെത്തിയ ഒരു മനുഷ്യനും നിങ്ങളെ ഓർക്കാനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ നമുക്കൊരു നല്ല യാത്ര ഉണ്ടാവണം, നമുക്ക് നല്ലൊരു പ്രാർത്ഥന ഉണ്ടാവണം, നമുക്ക് നല്ലൊരു സമാധാനത്തോടെയുള്ള അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഒരു ദുആ കിട്ടാനുള്ള വകുപ്പുണ്ടാവണം. ആ മരണാനന്തര ലോകത്തേക്ക് ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്ത് റസൂലേ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ആദ്യം പറഞ്ഞത് മക്കളുടെ പ്രാർത്ഥന, അതോടൊപ്പം മറ്റുള്ളവരുടെയും പ്രാർത്ഥന. അത് നിങ്ങൾക്ക് അനന്തര സ്വത്താണ്. ഞാൻ മരിച്ചു പോകുമ്പോൾ എന്നെ അറിയാത്തൊരു വ്യക്തി, അതല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനന്തര സ്വത്ത്. പക്ഷെ എന്റെ അനന്തര സ്വത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാ, ഞാൻ അവിടെ വാങ്ങിയ 10 സെന്റ്, ഇവിടെ വാങ്ങിയ 20 സെന്റ്, അവിടെ ഉണ്ടാക്കിയ 3 മുറി പീഡിയ, ഇതൊക്കെ എന്റെ മക്കൾക്കുള്ള സ്വത്താണ്. എനിക്കുള്ള സ്വത്ത് നിങ്ങളെ നാടുകളിൽ നിന്ന് വരുന്ന എന്റെ പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ സദഖത്തുൻ ജാരിയ, മരിച്ചാലും നമ്മളെ കബറിലേക്ക് കിട്ടുന്ന നമ്മളെ സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ. ഇന്ന് ഈ കാണുന്നതൊക്കെ ചെയ്തു വെച്ച് മണ്ണിന്റെ അടിക്ക് പോയ ഒരുപാട് മനുഷ്യരുണ്ട്. ഈ പള്ളിക്ക് ഒരാൾ കയറുമ്പോൾ പോലും കൂലി ആ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോയവര് 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. നാളെ ഞാനും കൂടെ അവിടെ കിടക്കുമ്പോൾ നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ റമദാനിന്റെ മുൻപ് ഒരുപാട് നവീകരണം നമ്മൾ ഈ പള്ളിയിൽ നടത്തിയിട്ടുണ്ട്, AC ആയിട്ടും സോളാറായിട്ടും ഒക്കെ. പക്ഷെ അന്നും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തത് സ്ത്രീകളുടെ ഭാഗത്തുള്ള AC-യും അവർക്കുള്ള സൗകര്യങ്ങളുമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമദാനിന്റെ മുൻപ് നമ്മളെപ്പോലെ തന്നെ എന്ന് കരുതി അതിനും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാവണം. കാരണം നബി തങ്ങൾ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, റസൂലേ അഖിൽ മുഅ്മിനി അഖിയ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനാരാ? നബി തങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു, മരിക്കുന്ന ഉറപ്പുള്ള ജീവിതത്തിന് എന്തെങ്കിലും സമ്പാദ്യം കണ്ടെത്തിയാണ്.
മരിക്കും ഉറപ്പുള്ള ജീവിതത്തിന് എന്തെങ്കിലും സമ്പാദ്യം കണ്ടെത്തിയോ? എവിടെ കണ്ടെത്തിയോ? ദുനിയാവിലല്ല, ആഖിറത്തിൽ കണ്ടെത്തിയോ? ദുനിയാവിൽ കണ്ടെത്തിയൊരു കുറെ ഉണ്ട്. അതിന്റെ പേരിൽ ഇപ്പോഴും തമ്മിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഭൂമിക്ക് മേലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണിന്റെ അടിയിലേക്ക് കണ്ടെത്തി കൊടുക്കുന്നവൻ അവനാണ് ഏറ്റവും നല്ല മുസ്ലിം. ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും സാധിക്കുന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. ഒരുപാട് മാറ്റങ്ങളും സജ്ജീകരണങ്ങളും ഒരു മഹല്ല് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ, ഇബാദത്തുകൾ ഭംഗിയാക്കാൻ, അതോടൊപ്പം തന്നെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു SIR സംവിധാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പള്ളി കേന്ദ്രീകരിച്ച് നമ്മൾ അതിനുള്ള സദസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇല്ലാത്ത ആളുകൾ ബേജാറാവാനല്ല, ഫോം പൂരിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതിന്റെ ആശങ്കയെ അസ്വസ്ഥതയായിട്ട് നടക്കണ്ട. പടക്കം വാതേറിയിട്ടുണ്ടെങ്കിൽ, ശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനറിയാം നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ആ മനസ്സോടുകൂടി അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളൊരു ശ്രദ്ധക്കുറവ് നമ്മളെ നിലനിൽപ്പും നമ്മളുടെ സമാധാനവും ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയാവരുതെന്ന് മാത്രം. എല്ലാ രംഗത്തും പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ നാളെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഒരാളെ മനസ്സിലും വെറുപ്പോ പ്രയാസമോ സൃഷ്ടിക്കാതെ, വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളുടെ കണ്ണും നിറയിപ്പിക്കാത്ത നിലയ്ക്ക് ജീവിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം. അറിയാതെ അബദ്ധം കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും വിവരത്തോടുകൊണ്ടും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരിക്കലും നാഥ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കുകയും അത് പൊരുത്തം കിട്ടാനും അതിന്റെ കരുണ ലഭിക്കാനും എല്ലാ കാര്യങ്ങളും നീ ഞങ്ങളോട് ഓരോരുത്തരോടും കാണിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന